അതിലഭിനയിക്കുന്നത് ഒരു മോഹൻലാൽ ചിത്രം. ലാൽ സാറിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണെങ്കിൽ പോലും അതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം ലാൽ സാറ് മുഴുനീളം ചിത്രത്തിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകൻ ഏറ്റെടുത്തിരിക്കും. അതാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അവരുടെ ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും അല്ലാത്ത പ്രേക്ഷകരാണെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് സിനിമ നന്നായി കഴിഞ്ഞൊരു ആവറേജ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നത് പ്രേക്ഷകനാണ്. പക്ഷേ ആ സിനിമയുടെ ആ ഒരു സെക്ഷൻ മാറ്റി നിർത്താം. പക്ഷേ അല്ലാത്തൊരു സിനിമ എന്ന് പറയുമ്പോഴേക്കും ഒരു ആവറേജിന് അടുപ്പിച്ചിട്ടുള്ള സിനിമകൾ പലതും വന്നിട്ട് പ്രേക്ഷകർ അറിയാറില്ല. പലപ്പോഴും അവർ ചോദിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്ന സിനിമ ഇറങ്ങിയോ, തിയേറ്ററിൽ ഇറങ്ങിയോ. ഇപ്പം നമ്മൾ തന്നെ ഒരു നിർമ്മാതാവാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഇത് ഒന്നും കാണുന്നില്ലല്ലോ, ഒരിടത്തും അറിയുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നം. അതിന് രണ്ട് രീതിയുണ്ട്. ഇപ്പം ഒരു സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഈ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ കയറത്തില്ല. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ആ സിനിമ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻ്റർവ്യൂ ക്ലിക്കാവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനു വേണ്ടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ വർക്കായാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റിതര സോഷ്യൽ മീഡിയകളിലും ഇതിന് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സിനിമ നോക്കിയിട്ട് ചിലത് ഇപ്പം പറയാം പുതുമുഖ താരങ്ങളാണ് ഉള്ളത്, അതിൻ്റെ കോണ്ടന്റ് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എത്താൻ വേണ്ടിയുള്ള വഴികളുണ്ട്. ഇപ്പം മെറ്റ ബൂസ്റ്റിംഗ് വരെയുള്ള കാലഘട്ടമാണ്. അവിടെ അത് കൃത്യമായി ചെയ്താൽ അതെത്തും. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം സിനിമയിലെ താരങ്ങൾ ആരാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ആ ഒരു നമ്മൾ ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കി ഒപ്പം ആ സിനിമയുടെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ സിനിമാക്കാരും സിനിമയിട്ട് കാണിച്ചു തരുമ്പോൾ മാർക്കറ്റിംഗ് ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് ടീം സിനിമ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പേര് സിനിമ ഇന്നതാണെന്നുള്ള കാര്യങ്ങൾ പറയും. ചിലർ ഓവർ കോൺഫിഡൻസിൽ ചിലപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യും. അവർ പറയുന്ന അനുസരിച്ച് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഈ 3 സെക്ഷനിലുണ്ട്.